വെൽക്കം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പേഴ്സൻ്റെ എൻട്രി സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി ഒരു റൈറ്റ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ ചൂസ് ചെയ്യാമോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്ക് മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് നിങ്ങളുടെ എനർജീസുമായിട്ട് റെസൊണേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ആപ്റ്റായ പേഴ്സൺ ആണോ, റൈറ്റായ ഒരു വ്യക്തിയാണോ എന്നറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് കാണാവുന്നതാണ്. ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങളുടെ എനർജീസ്, നിങ്ങളുടെ സിറ്റുവേഷൻസ് നോക്കാം. അതുമായി റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം ഈ റീഡിങ്ങിലെ കാര്യങ്ങൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കാം. എന്തായാലും റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിൽ, ഈ ഒരു ബന്ധത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു എനർജി എന്താന്ന് പറയുമ്പോൾ നിങ്ങൾക്കിവിടെ വളരെ ബോൾഡായി നിൽക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. നിങ്ങൾക്ക് വളരെ വ്യക്തതയുണ്ട്, അല്ലെങ്കിൽ ഒരു ഉറപ്പ് ഉള്ള ഒരു നിലപാടാണ് നിങ്ങളുടെ ഇവിടെ കാണുന്നത്. വളരെ സ്ട്രക്ചറോടുകൂടി, വളരെ ചിന്തിച്ചുകൊണ്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നത്. ഒരുപാട് പ്ലാനിങ്സ് നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടാകണം, അല്ലെങ്കിൽ ആ വ്യക്തി ഒരുപാട് ഒബ്സർവ് ചെയ്ത് ലേൺ ചെയ്തതിന് ശേഷമായിരിക്കണം നിങ്ങളിങ്ങനെ ഒരു തോട്ട് നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഈ റിലേഷൻഷിപ്പിൽ ഒരു എനർജി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിനെ കാണുന്നത് വളരെ ബോൾഡായിട്ടും സ്ട്രോങ് ആയിട്ടും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു ഇതാണ് കാണുന്നത്. ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു കോൺഫ്ലിക്റ്റഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. അതായത് തീരുമാനങ്ങൾ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നും ഇൻറ്റേർണൽ ആയിട്ട് ആ വ്യക്തി പല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ആ വ്യക്തിയുടെ അടുത്ത് നിങ്ങൾ ഈ കാര്യം പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ ആ ഒരു നേച്ചറിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുത്ത ഒരു രീതിയിലായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ആ വ്യക്തി കുറച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത്. ഇതിലൊരു വൈകാരിക കമ്പാറ്റബിലിറ്റി നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ന്യൂ ബിഗിങ്ങിന് സാധ്യത ഉള്ള ഒരു റിലേഷൻഷിപ്പ് ആയിട്ടാണ് കാണുന്നത്. എന്തായാലും നിങ്ങൾക്കൊരു തുടക്കത്തിലേക്ക് കടക്കാൻ സാധ്യമാകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. എല്ലാം ആദ്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു ബിഗിനിങ്ങിലേക്ക് നീങ്ങാവുന്ന, അല്ലെങ്കിൽ യൂണിവേഴ്സ് ബ്ലെസ്സിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്കൊരു പുതിയ തുടക്കം കൊണ്ടുപോകാവുന്ന ഒരു ബന്ധത്തിലേക്കാണ്, ഒരു വൈകാരികമായിട്ടുള്ള നിങ്ങളുടെ ഒരു കമ്പാറ്റബിലിറ്റി ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഒരു സ്പിരിച്വൽ ലെസൺ നിങ്ങൾക്ക് ഇവിടെ യൂണിവേഴ്സ് തരുന്നത്, കാര്യങ്ങളെ ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതിപ്പോൾ വ്യക്തികളാണെങ്കിലും നിങ്ങളുടെ ഇമോഷൻസ് ആണെങ്കിലും അത് അതിൻ്റെ നേച്ചുറൽ ആയിട്ടുള്ളൊരു ഫ്ലോയിൽ പോകാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം പോകേണ്ടത് എന്നുള്ളൊരു നിലപാട് വിട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ പാർട്ട് ചെയ്യുക. നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. അത് ഇമോഷണലി ആയാലും നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങളുടെ എന്ത് ഫീലിങ്സ് ആണെങ്കിലും അത് തുറന്നു പറയാൻ ശ്രമിക്കുക. അത് ഹോൾഡ് ചെയ്ത് വെക്കാതിരിക്കുക എന്നുള്ളൊരു സ്പിരിച്വൽ ലെസണാണ് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ എൻട്രിയിൽ നിന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതിൽ നിന്നും നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ലൈഫിലെ ചെറിയ നേട്ടങ്ങളായിരിക്കാം, ചെറിയ കാര്യങ്ങളായിരിക്കാം, അതൊക്കെ ഒരുപാട് ഷോ ചെയ്യാതെ അല്ലെങ്കിൽ സപ്രസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾ പോലും ആസ്വദിക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനെ എൻജോയ് ചെയ്യാനായിട്ട്, അതൊരു വലിയ അച്ചീവ്മെൻ്റ് ആയി തന്നെ കണക്കാക്കാനായിട്ട്, സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് യൂണിവേഴ്സ് ഇവിടെ നിങ്ങളെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. മാത്രമല്ല, ഈ ഒരു വ്യക്തിയുടെ വരവോട് കൂടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ വ്യക്തി ഒരു കാർമിക് രീതിയിൽ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ എന്തോ ഒരു സക്സസ് തന്നെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. നിങ്ങൾക്കൊരു പൂർണ്ണതയിലേക്ക് എത്തുന്ന പോലെ
അല്ലെങ്കിൽ വൈകാരികമായിട്ട് നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പിലൂടെ അല്ലെങ്കിൽ ഈ വ്യക്തിയിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതേസമയം ഈ വ്യക്തി നിങ്ങളെ പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ എൻട്രി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് എന്ത് പർപ്പസോട് കൂടിയാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ ആ ഒരു കംഫോർട്ട് സോണിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ള ഒരു ലക്ഷ്യത്തിലാണ് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. പല കാര്യങ്ങളിലും ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അത് പുറമേക്ക് പ്രകടിപ്പിക്കാൻ ഒരു മടിയുള്ള കൂട്ടത്തിലായിരിക്കാം, അല്ലെങ്കിൽ അതിനൊരു ബാക്ക് സപ്പോർട്ട് വേണ്ട ഒരു വ്യക്തികളായിരിക്കാം നിങ്ങൾ. അങ്ങനത്തെ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒപ്പം നിന്നുകൊണ്ട് നിങ്ങളെ പരിഗണിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു സ്ട്രെങ്ത് തരുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇറങ്ങണമെങ്കിൽ നിങ്ങൾ ആ ഒരു കംഫോർട്ട് സോണിൽ നിങ്ങൾ തന്നെയായിട്ട് നിലപാടെടുത്ത് നിങ്ങൾ തന്നെ ഒരു സ്റ്റാൻഡ് എടുത്ത് മുന്നോട്ട് പോകണം. ആ ഒരു കാര്യം, ആ ഒരു ലെസണാണ് ഇവിടെ ഈ ഒരു വ്യക്തിയുടെ എൻട്രിയിലൂടെ യൂണിവേഴ്സ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരുപാട് ദൂരത്തേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു ബന്ധമായിട്ടാണ് കാണുന്നത്. ഒരു ഷോർട്ട് ടേമോ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിലേക്ക് മാത്രം എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിട്ടല്ല കാണുന്നത്. കാരണം ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കുന്നത് നിങ്ങളുടെ എനർജീസ് നിങ്ങൾ ഒരുപാട് മെച്യൂർഡ് ആയിട്ട് ചിന്തിച്ചുകൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മേ ബി നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഏൺ ചെയ്ത പല ലെസൺസ് ഉണ്ടാകാം, വ്യക്തികളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങൾ ലേൺ ചെയ്ത പല കാര്യങ്ങളുണ്ടാകാം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം നിങ്ങൾ വളരെ യുക്തിപൂർവ്വം എടുക്കുന്ന ഒരു തീരുമാനമായിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പം എന്തായാലും ഒരു പുതിയ ബിഗിനിങ്സിനൊക്കെ സാധ്യതയുള്ള റിലേഷൻഷിപ്പാണ്. ഒരു പുതിയ ബിഗിനിങ്ങിലേക്ക് നിൽക്കുന്ന ഒരു ബന്ധമായി തന്നെയാണ് കാണുന്നത്. ഇത് മുന്നോട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ലോങ് ടേം നല്ല രീതിയിൽ കൊണ്ടുപോകാനായി, വളരെ ദൂരത്തേക്ക് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാനായിട്ട് സാധ്യമാണ്. എങ്കിൽ കൂടി നിങ്ങൾ ഈ ഒരു അഡ്വൈസായിട്ട് നിങ്ങളെ പല കാര്യങ്ങൾ നിങ്ങൾ സപ്രസ് ചെയ്യുക, തുറന്നു പറയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയാൻ ശ്രമിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള എന്താണ് ഫീലിങ്സ്, ഇമോഷൻസ്, അതും ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ നിങ്ങൾക്കുള്ളൊരു റൈറ്റ് പേഴ്സൺ ആണോ എന്നുള്ളൊരു കാര്യത്തിലുള്ള റീഡിങ്. നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്തെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കാൻ മറക്കരുത്. പേഴ്സണലായി റീഡിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ത്രൂ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.